ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാർ റൈഡിൻ്റെ വട്ടാവട റൈഡിൻ്റെ രണ്ടാമത്തെ പാട്ടാണ്. ആദ്യത്തെ പാട്ട് ഞാൻ ഇട്ടിരുന്നത് അത് നമ്മുടെ റോഡ് ട്രിപ്പാണ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഒരു 10 സ്റ്റേയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഓഫ് റോഡ് പാട്ടാണിത്. അപ്പോൾ നമ്മൾ ഇത്ര നാളെ റോഡിലൂടെ വന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോവലൂർ വില്ലേജിലാണ്. അതായത് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞ് കോവലൂർ വില്ലേജിലാണ് നിൽക്കുന്നത്. കോവലൂരിൽ നിന്നാണ് ഇത് തിരിയുന്നത്. പിന്നെ അങ്ങോട്ട് മൊത്തം ഓഫ് റോഡാണെന്ന് പറഞ്ഞത്. ഈ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ മൊത്തം ഓഫ് റോഡും നമ്മുടെ 10 സ്റ്റേയിലെ വിശേഷങ്ങളായിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗായ്സ്, മൊത്തം കല്ലാണ്, കല്ല് പാകിയ വഴിയാണ്. ഇത് വലിയ സീനൊന്നുമില്ല. അവിടെ മൊത്തം കല്ല് വെട്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം മുറ്റ ട്രെയിലാണെന്ന് വേണമെങ്കിൽ പറയാം. അത് കുഴപ്പമില്ല, നമ്മളിത് പോവും. യാ മോനെ, ഇത് കണ്ട ഗൈസ്, നമ്മൾ വന്ന വഴി കണ്ട, കൊള്ളാലോ, സ്ഥലം കൊള്ളാട്ടോ, അടിപൊളിയായിട്ട് കാണാൻ. പ്രോപ്പർട്ടി നല്ല വ്യൂ ഉണ്ട് കാണാൻ. ഇത് നമ്മുടെ ബിജോ, റോക്കിംഗ് ബിജോ. ട്രെയിൽ കൊള്ളാല്ലേ, ട്രെയിൽ കൊള്ളാല്ലേ, അത്യാവശ്യം ഉണ്ട്. നമുക്ക് നല്ല കയറ്റുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കയറ്റുള്ള ട്രെയിലാണ്. ഇത് കണ്ടോ, മൊത്തം യൂക്കാലി മരങ്ങളാണ്. അപ്പം ആ ഒരു വൈബ് അടിപൊളിയായിരിക്കും യൂക്കാലി മരത്തിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ നമ്മുടെ മച്ചാന്മാരുടെ എക്സ്പൾസിന് ചെറിയ മിസ്സിങ് ഉണ്ട് നമ്മുടെ ഓണറിൻ്റെ. എന്താ മാസ്ക് ഉപയോഗിക്കും. ഇനി ഓഫ് റോഡ് പോകുമ്പോൾ ശ്വാസം സീനാണ്. ഇതിൽ കാണുമ്പോൾ മറ്റേ ഫ്ലാറ്റായി തോന്നുന്നെങ്കിൽ നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അതുകൊണ്ടോ നമ്മൾ ആ ഒരു യൂക്കാലി മരത്തിൻ്റെ ഇടയിൽ കൂടെ പോകാൻ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളതാ. നമ്മൾ വന്ന വഴി കാണിച്ചു തരാം. ആ വഴിയാണ് നമ്മൾ കയറുന്നത്. അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ. കണ്ടോ, നമ്മുടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ലൈറ്റിങ്ങും എല്ലാം കൊള്ളാം. നമുക്കിനി മുകളിൽ കയറി നോക്കാം. ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത്യാവശ്യം കട്ട ട്രയൽ തന്നെ വേണമെങ്കിൽ പറയാം. കണ്ടോ, മൊത്തം എല്ലാം കാര്യങ്ങളുമാണ്. ഓക്കെ, നമുക്കൊന്ന് മുകളിൽ നിൽക്കാം അല്ലേ. കിടിലൻ ട്രെയില് ഗായ്സ്. ഇത് ഏകദേശം എസ്കേപ്പ് റോഡ് പോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ. ഓ പൊളി പൊളി, ഇത് കിടിലൻ ട്രെയിലാണ് കേട്ടോ. അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ എസ്കേപ്പ് റോഡ് തന്നെ, ഇതേ എസ്കേപ്പ് റോഡ് തന്നെ. അപ്പോൾ കഴിച്ചേ നമ്മുടെ ട്രെയിൽ നോക്ക്, എവിടെ നിൽക്കും നോക്ക്, പൊള്ളി സ്ഥലം ഉണ്ടോ നോക്ക്. അത് കിഡിലും യൂക്കാലി തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള റൈഡ് ശരിക്കും നമ്മുടെ എസ്കേപ്പ് റോഡിൽ തന്നെ. ഇത് കണ്ടോ, നമുക്ക് പോകേണ്ട വഴി സൂപ്പറായിട്ടൊന്നും പറയാനില്ല. നോക്കിയേ, അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സൂര്യഭഗവാൻ അസ്തമിച്ച് തുടങ്ങി. അപ്പോൾ സൺസെറ്റും കിടലുണ്ട്. എന്തായാലും സൂപ്പർ. വഴിയുടെ ഭംഗി കൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തിപ്പോയി. ഞങ്ങൾ ഓഫ് റോഡ് അടിച്ച് കയറി പോകുന്നത്. സാധാരണ നമ്മൾ കയറി പോകാറ് ചെയ്യാറ്. സ്ഥലത്തിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഇവിടെ നിർത്തി. ആണോ, കറക്റ്റ് സൂര്യൻ അസ്തമിക്കാൻ നോക്കി. ആ രണ്ട് മലയുടെ ഇടയിൽ കൂടെ മൊത്തം യൂക്കാലി മരങ്ങളുണ്ട്. നല്ല ഹൈറ്റിലെ യൂക്കാലി മരങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ കിടിലൻ വൈബാണ്.
ഇപ്പോൾ നമ്മൾ കയറി വന്ന വഴിയുണ്ടോ, നമുക്ക് എന്ത് ബ്യൂട്ടിഫുൾ വഴിയെന്ന് നോക്കിയേ, കണ്ടോ? യൂക്കാലി മരങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മുടെ ഓഫ് റോഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓഫ് റോഡ്, ഒന്നും പറയാനില്ല. കാരണം ഓഫ് റോഡ് വലിയ ഹാർഡൊന്നും അല്ല, പക്ഷേ ഈ സ്ഥലത്ത് ഭംഗിയാണ് അതിനെ വെറൈറ്റി ആക്കുന്നത്. ഇതുവരെ ഹാർഡല്ല ഓഫ് റോഡ്, ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ നിന്ന് നമുക്ക് സൺസെറ്റ് കിട്ടുന്നുണ്ട്, സൂര്യൻ എല്ലാം അസ്തമിച്ച് തുടങ്ങി. ആ ലൈറ്റിങ്ങിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട, ഇവിടെ നിന്ന് വ്യൂ ഉണ്ടോ, അടിപൊളിയുണ്ട്. ഇനി 3 കിലോമീറ്റർ കണ്ട് ഓഫ് റോഡ് എന്നാണ് പറഞ്ഞത്, പോയി നോക്കാം നമുക്ക്. ഓക്കെ, എല്ലാം ഇനി നീങ്ങാം. നമുക്കിനി ഇവിടുത്തെ ട്രയൽസും സംഭവങ്ങളൊക്കെ ഉണ്ട് നോക്കാം. ഓ, കിടിലൻ സ്ഥലമാണല്ലോ. അതുപോലെ നല്ല മുറ്റും ഒക്കെ ഉള്ളൂ. അമ്മോ, നല്ല കട്ട ട്രെയില് മക്കളെ, നല്ല കട്ട ട്രെയില്. ഏടാ കുട്ടാ, എൻ്റെ വള്ളി, ഇതൊന്നും പറയാനില്ല കേട്ടോ. ഇത് മുറ്റ ഓഫ് റോഡ്. ഞാൻ അവിടെ നിർത്താം, നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടുത്തെ വ്യൂ കാണിക്കാം. ഞാനിങ്ങനെ വിട്ട് കാര്യമില്ലല്ലോ, സംഭവങ്ങൾ കാണണ്ടേ. ഇത് കണ്ടോ, നോക്കിയേ ഗൈസ്, നമ്മളൊരു കാടിനെ നടക്കുകയാണ്. നോക്ക്, പക്ക കാട്, നല്ല കിഡിലൻ ആംബിയൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വന്ന വഴിയോ ചോദിച്ചു, നല്ല കട്ട ഓഫ് റോഡിലെ വഴിയും. ഇതാ വിജയ് വരുന്നുണ്ട്. സൂപ്പർ ആംബിയൻസില്ലേ, അടിപൊളി സ്ഥലം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഓഫ് റോഡ്. കാരണം ഇതാ ചുറ്റുപാടും കാണിച്ചു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് കേട്ടോ, വേറെ ആരും തന്നെ ഇല്ല ഇവിടെ. അതേപോലെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നല്ല കിണ്ണം കാച്ചി ഓഫ് റോഡ്. താഴെയൊന്നും വലിയ കാര്യമുണ്ടായി, അപ്പോൾ ഞങ്ങൾ ചെറിയ ഓഫ് റോഡാണ്. പക്ഷേ ഇങ്ങോട്ട് കയറും തോറും നോക്കി ഓഫ് റോഡ് കട്ടിയായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാ ആ കയറ്റം കാണിച്ചാൽ നമ്മൾ പോകുന്നത്, കയറ്റം കണ്ടോ, ഇതിങ്ങനെയുള്ള കയറ്റമാണ്. ഫോണിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും. ഇതാ ഈ കാണുന്നതാണ് നമുക്ക് പോകേണ്ട വഴി. ഇത് കണ്ടോ, അത് കഠിനവും ദുഃഖവുമാണ്, നല്ല കുത്തനെയുള്ള കയറ്റം. എന്തായാലും വേണ്ടില്ല, നമ്മൾ കയറിയിരിക്കും. സ്ഥലം അതുകൂട്ട് ആംബിയൻസാണ്. ഇത് കണ്ടോ, കണ്ടോ. ഇനി നമുക്ക് ഒന്നും ആലോചിക്കണ്ട, മുകളിലോട്ട് വെച്ചലക്ക് പോവാം. Man, off road. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്കുള്ള വഴിയാണ്. ആ കാണുന്ന നമ്മുടെ ക്യാമ്പ് സൈറ്റ്. അവിടെ നമുക്ക് റൈറ്റ് എടുത്ത് പോകണം. പോ, പട്ടി കടിക്കോ? അല്ല, അവനെ നടപ്പ് കണ്ടിട്ട്. ആ അതെ അതെ, ഓടെ എന്നാടി എന്നാ
ആണോ സാരല്ലേട്ടാ. നേരെ ചെന്നാൽ നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ അവിടേക്ക് ചെല്ലുന്നത്. ആ ബാ നമുക്ക് പോവാം, ക്യാമ്പ് സൈറ്റിലേക്ക് പോകാം. ബാ കൂടെ വാ. അവിടെ കൂട്ടുകാരുണ്ടോ? ഇല്ലല്ലോ, എന്നാ ഞാൻ ഇല്ല. ഇവിടെ ചെറിയൊരു സൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മളെ ക്യാമ്പ് സൈറ്റിൽ പോയി ചേക്കേറാം. ലൈറ്റൊക്കെ പോയി. ആ ചാക്കോ വഴി കാണിക്കാൻ വരുന്നുണ്ട്. കമോൺ ചാക്കോ, ചാക്കോ കമോൺ, ബാ വാടി, ബാ 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 ചാക്കോ, ചാക്കോ വഴി കാണിക്ക്, ബാ ബാ ബാ. യെസ്, പൊളി സ്ഥലം. എടാ ചെറിയൊരു മഞ്ഞിറങ്ങി തുടങ്ങിയില്ലേ? ആ കോടമഞ്ഞിറങ്ങി. അപ്പം നമുക്ക് ചെറിയൊരു കോടമഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ആ യൂക്കാലി മരത്തിൻ്റെ ഇടയിൽ കൂടെ കാണാം. യൂക്കാലിപ്റ്റസ് കൊള്ളാം. രാവിലെ നല്ല വൈബായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലത്തെ സൺറൈസൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. എന്തായാലും നമ്മൾ സ്വന്തം ടെൻറ്റിലല്ലാതെ പുറമേ പോയിട്ട് വേറൊരു ടെൻറ്റ് അതുപോലെ ഇങ്ങനത്തെ പ്രോപ്പർട്ടിയിലൊന്നും ഇതുവരെ ടെൻറ്റ് അടിച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് വേറെ ഒരാളുടെ ടെൻറ്റിൽ കിടക്കുന്നത്. ബാക്കി നമ്മൾ ഏതെങ്കിലും മലയിലേക്ക് ഓഫ് റോഡ് ചെയ്ത് പോയി ടെൻറ്റ് അടിക്കാതെ പതിവ്. ഓ, ഇവിടുന്ന് ആ വില്ലേജ് കോവിലൂർ മൊത്തം കാണാലോടാ. അവിടെ ഇവിടുന്ന് ആ കോവിലൂർ മൊത്തം കാണാമല്ലോ. അങ്ങനെ കാശിതാ ഞങ്ങൾ ഒരു വിധത്തിൽ ഇവിടെ എത്തി. ഓഫ് റോഡൊന്നും വലിയ ടാസ്ക്കുള്ള ഓഫ് റോഡൊന്നും അല്ല, സിമ്പിൾ ഓഫ് റോഡ് തന്നെയാണ്. എന്ത് ചോദിച്ചോ, സിമ്പിൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് മഴ പെയ്ത നല്ല സീനവും ഓഫ് റോഡ് ചെയ്ത് അത്യാവശ്യം ഓഫ് റോഡ് ചെയ്ത് ശീലമുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്. ബിഗിനർക്കാണെങ്കിൽ നല്ല കഷ്ടമായിരിക്കും. അത്യാവശ്യം സെൻറ്റർ ഭാഗത്തൊക്കെ നല്ല മുറ്റും ഓഫ് റോഡ് ഉണ്ട്. അല്ലാതെ ഓവറോൾ നോക്കുകയാണെങ്കിൽ വലിയ കഷ്ടപ്പാടൊന്നുമില്ല വരാൻ. പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ ഫാമിലിയൊക്കെ വരാൻ ഉദ്ദേശമെങ്കിൽ ഇവിടെ ജീപ്പ് 4x4 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്കിതാ ഇവിടെ നമ്മുടെ ടെൻറ്റ് എടുത്തേക്കും. ഇതാ നമ്മുടെ ടെൻറ്റ് ഇരിക്കുന്ന വ്യൂ ഉണ്ടോ നോക്കി. ആ മലയുടെ ആ ഭാഗത്താണ് നമ്മുടെ ടെൻറ്റ് ഇരിക്കുന്നത്. ഇത് പക്ക ഒരു ഉള്ളിലായിട്ടാണ് വരുന്നത്. കണ്ടോ, ചുറ്റുപാടും മലകളാണ്. ഇതാ നോക്കി, അവിടെയൊക്കെ എന്താ കോടമഞ്ഞിറങ്ങി, നല്ല തണുപ്പായി രാത്രി. അപ്പോൾ രാത്രി ഇവിടെ 16-13 ഡിഗ്രി വരെ തണുപ്പ് കയറി വരുന്നുണ്ട്. വേണ്ട, നമ്മൾ പക്ക ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാട്ടോ. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഒരു അൺനോൺ ആയിട്ട് കിടക്കുന്ന ഒരു പ്ലേസാണ്. നമ്മൾ ഇത്ര ആൾ അറിഞ്ഞില്ല ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമൊക്കെ ഉണ്ടെന്നുള്ളത്. വേണ്ട, അപ്പോൾ നമ്മൾക്കിനി ആ വ്യൂവും കണ്ട് കിടക്കാം. അപ്പോൾ ഈ ടെൻറ്റിൽ നിന്നുള്ള വ്യൂ അടിപൊളിയായിരിക്കും രാവിലെ സൺറൈസ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ടെൻറ്റിൽ കയറാം അല്ലേ? അതെ, നമുക്ക് ടെൻറ്റിലോട്ട് പോകേണ്ട വഴിയാണിത്. വഴിയൊക്കെ കിട്ടില്ലുണ്ടോ? ഇവിടെയുള്ള വ്യൂ നോക്കിയേ. അപ്പോൾ ലൈറ്റിങ് പോയി നിങ്ങൾക്ക് രാവിലെ ഞാൻ പക്കയായിട്ട് കാണിച്ചു തരാം. പോകേണ്ട വഴി സേഫായിട്ട് വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. ഓ, അടിപൊളി വ്യൂ കേട്ടോ. കിടക്കുന്ന നമ്മുടെ ടെൻറ്റ്. ഇവിടെ നമുക്ക് ചില്ലോട്ട് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വർക്ക് സെറ്റ് ആക്കുന്നുള്ളൂ അല്ലേ? ആഹാ ആഹാ. ഇനി നിങ്ങൾ മറ്റേ ഇരുമ്പിൻ്റെ ആക്കാൻ മൊത്തം അല്ലേ? ഓഹോ, ആംബിയൻ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിപ്പോൾ വർക്കിംഗ് ആവോ? നൈറ്റ് ആവൂലേ? ഒരു 10 മിനിറ്റ്. ഓക്കെ, അപ്പോൾ അത് രസമായിരിക്കും കാണാൻ. ഇതാ നമ്മുടെ ടെൻറ്റ് കാണിച്ചു തരാം. ഇതുണ്ടോ നമ്മുടെ ടെൻറ്റ് ഇരിക്കുന്ന സ്ഥലം കണ്ടോ? അപ്പോൾ രാവിലെ ഇവിടെ നിന്നുള്ള സൺറൈസ് അടിപൊളിയായിരിക്കും അല്ലേ? ചുറ്റുപാട് മലകളാണ്, മഞ്ഞ് കയറി ഓരോ സൈഡിലും കോട കയറുന്നുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെല്ലാം കാണിച്ചു തരാം. ഇവിടുത്തെ രാത്രിയത്തെ ഒരു ആംബിയൻസ് കണ്ടോ? നൈറ്റ് ആംബിയൻസ് അടിപൊളിയായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അടിപൊളി. ഇതാ നമുക്ക് ബാക്കിൽ ആ മലയും കാര്യങ്ങളൊക്കെ കാണാം. കേട്ടോ, വിജയോടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ മെയിൻ ആള് സാരഥി. എന്തായാലും വൈബ് കൊള്ളാം, രാത്രിയായപ്പോൾ വൈബ് കൊള്ളാം. എന്തായാലും ഇവിടെ വർക്ക് നടക്കുക കേട്ടോ. അത് വർക്കൊക്കെ നടന്നു കഴിഞ്ഞ് വരുമ്പോഴേക്കും സംഭവം ഉഷാറാവും. അടിപൊളി വൈബായിരിക്കും ഇവിടെ വരുന്നവർക്ക്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അവർ അതിൻ്റെ നേരത്തെ മരത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് അധികം നിന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഫുള്ള് ഫ്രെയിമൊക്കെ ഇരുമ്പിൻ്റെ ആക്കി നല്ല സ്ട്രോങ് ആക്കി സെറ്റപ്പായി പണിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കിടക്കുന്ന ടെൻറ്റ്. നമ്മൾ സാധനങ്ങളെല്ലാം അതിൽ വെച്ച് ഒരു കുളിയെല്ലാം കഴിഞ്ഞു. അതുണ്ടോ, ഇവിടുത്തെ ഒരു ആംബിയൻസ് ലൈറ്റിംഗ് ഉണ്ടോ, നല്ല കിഡിലായിട്ടുണ്ട് കാണാൻ. അവിടെ ഒരുപാട് ടെൻറ്റുകളുണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഞങ്ങളിവിടെ തീ പിടിപ്പിക്കാനുള്ള അതിഗംഭീരമായ ശ്രമത്തിലാണ്.
ആ പോട്ടെ. നല്ല പാട്ട്. നല്ല പാട്ട് പാടുമോ? ശരിക്കും നല്ല അടിപൊളി പാടും. പള്ളിയിലെ കോയറിൽ ആ പാട്ട് കഴിഞ്ഞു പെട്ടു. ഞാൻ പറയാം ഇത്ര പെട്ടെന്ന് പാടി തീരുന്നത് വിചാരിച്ചില്ല. എല്ലാ ആലോചിക്കുന്ന സമയം ഞാൻ പറയാം. ആയിക്കോട്ടെ. മനോജ് സാർ മഹാരാജാസ് കോളേജിലെ വഴി കേസ് വെക്കാനല്ലായിരുന്നു. അവിടുത്തെ SFI പിള്ളേരുടെ അടി അത് അവസാനത്തെയാന്ന് വിചാരിക്കരുത്. സംഭവം സാറേ ടച്ച് ചെയ്തു കേട്ടോ സൗണ്ട് കറക്റ്റ് ചെയ്തു. ഇനി മറ്റേ തുടങ്ങി കിട്ടിയാൽ മതി. തുടക്കം മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ, സ്റ്റാർട്ടിങ് മാത്രമേ ഉള്ളൂ. വെള്ളിപ്പേന്റെ സ്ഥിര ബിസിനസ് അനുസരിച്ചിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ എങ്ങനെയല്ല ഉപ്പാനോട് പറഞ്ഞിട്ട് എന്റെ പാസ്പോർട്ട് വിസ എനിക്ക് വാങ്ങിച്ചു. എനിക്ക് ലണ്ടന് പോകാനുള്ള വീട് മേടിക്കും. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ കഴിക്കാനായിട്ട് ഇതാ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് സെറ്റാക്കി ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഫുഡ് അകത്തേക്കിട്ട് കാണാം. ഉണ്ടോ നല്ല കിട്ടില്ല ആംബിയൻസ് ആണ് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളിത് ഫുഡൊക്കെ അടിച്ച് നൈസായിട്ട് ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ഉള്ളവർ ഈ ടെൻറ്റ് പ്രോപ്പർട്ടിയിൽ ഉള്ള ഈ ആൾക്കാർ മൊത്തം നല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല തണുപ്പുണ്ട് പുറത്ത്. അപ്പോൾ നാളെ നമുക്ക് രാവിലെ എണീറ്റ് ഇവിടുത്തെ ഒരു വ്യൂവും സൺറൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതേപോലെ ട്രക്കിങ്ങിന് പോകുന്നുണ്ട് നമ്മളിവിടെ. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതേപോലെ നമ്മുടെ മെയിൻ പരിപാടിയായ ഓഫ് റോഡും ഉണ്ട്. ഇവിടെ വേറെ കുറേ ഓഫ് റോഡ് ട്രാക്കുകളും കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ മെല്ലെ കിടക്കട്ടെ. രാവിലെ പാലക്കാട് നേരിട്ട് വന്നതാണ്. അപ്പോൾ നേരെ ഉറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റ് കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ നേരത്തെ എണീക്കുന്ന അതിഗംഭീരമായ പ്ലാനോടുകൂടി വളരെ വൈകി എണീറ്റിരിക്കുകയാണ്. പുറത്ത് വ്യൂ കാണിച്ചു തരാം. പോരാത്തതിന് പള്ളി കേൾക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ രാവിലെ നമുക്ക് ട്രക്കിങ്ങിന് പോകണം. അത് ഞാൻ നമുക്ക് ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. വേണ്ട എൻ്റെ ഇരുന്നുകൊണ്ട് നമുക്ക് കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളിയല്ലേ? നല്ല ഒന്നൊന്നര തണുപ്പാണ് കേട്ടോ. എനിക്ക് ഒരു രക്ഷയിൽ ചെയ്തു. തണുത്തിട്ട് ചുരുണ്ട് കൂടി പോയി. കമ്പിളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. എന്താ ഈ പുറത്തേക്കുള്ള വ്യൂ കുറച്ചുകൂടെ കാണിച്ചു തരാം. ഇവിടെ ഇതാണ് നമ്മുടെ ടെൻറ്റിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. ഒരുപാട് മലകളാണ് നമുക്ക് ടെൻറ്റ് ഇരുന്നുകൊണ്ടല്ല കാണാനുള്ള. ആദ്യം നിറയെ ടെൻറ്റുകളും കാര്യങ്ങളുണ്ട്. നമ്മളിന്നലെ രാത്രി ക്യാമ്പ് ഫയറും കാര്യങ്ങളും ചെയ്തിരുന്നത് ഇതാ അവിടെയാണ് കേട്ടോ. പോയിട്ടില്ല കാണുക. അപ്പോൾ നമ്മളിതാ ട്രക്കിങ്ങിന് പോകാമെന്നൊക്കെ തീരുമാനിച്ചു. പക്ഷേ അങ്ങോട്ട് ബൈക്കും പോകത്രേ. പിന്നെ എന്തുകൊണ്ട് ബൈക്കിൽ പോയിക്കൂടാ? ഓഫ് റോഡ് നമുക്ക് ഇഷ്ടമാണല്ലോ. അതെ, ആ മലയുടെ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബൈക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ബൈക്കിൽ പോകുന്നു. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. ഇവിടെയുള്ള ജീപ്പുകാരൊക്കെ അങ്ങോട്ടാണ് അത്രേ ഓഫ് റോഡ് കൊണ്ടുപോകും ഇവിടുത്തെ കസ്റ്റമേഴ്സിനെയും ഇവിടുത്തെ ഈ ഏരിയത്തെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലേക്കും. വേണ്ട, നമ്മുടെ വണ്ടി വിളിച്ചിട്ടുണ്ട്. ഇനി ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇനി നേരെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് ട്രക്കിംഗ് സ്പോട്ടിലേക്ക് ഓഫ് റോഡ് കയറാൻ പോവാണ്. പിന്നെ നമ്മുടെ മുതലാളി ഉണ്ടെന്ന് കൂടെ. നമുക്കിനി നേരെ ഇനി അങ്ങോട്ട് പോവാം. എന്നാൽ പോലെ മുതലാളിയാണ് നമ്മുടെ വഴികാട്ടി. വ്യൂ രക്ഷയില്ല കേട്ടോ ഈ കാട്ടിലൂടെ പോകുമ്പോഴേ. ഇവിടെ നിങ്ങളപ്പോൾ വ്യൂ കാണിക്കാൻ കൊണ്ടുപോയി ജീപ്പിൽ കൊണ്ടുപോകാം. ഓഹോ, ദൈവമേ, മാരക ഓഫോടാണെന്നാണ് നമ്മുടെ മുതലാളി പറയുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്. പ്ലംസ് ആണല്ലേ?
ഓ ഇപ്പോൾ ഈ കാണുന്ന മൊത്തം പ്ലംസ് തോട്ടം ഉണ്ടോ? കണ്ടോ ഇവിടുത്തെ പ്ലംസും അതേപോലെ കണ്ടോ ഇവിടെ നമുക്ക് ഓറഞ്ച് കാണാൻ പറ്റും. ഓറഞ്ച് പഴുത്തെടുക്കുന്ന ഓറഞ്ച് കണ്ടോ, ഇത് മൊത്തം പ്ലംസും കാര്യങ്ങളും തോട്ടമാണ് മൊത്തം. പിന്നെ ഇതാണ്ട ഇവിടെ വേറെ കാര്യം കാണിച്ചു തരാം. നമ്മുടെ പാഷൻ ഫ്രൂട്ട് എടുക്കുന്നുണ്ടോ? ഇത് വെറൈറ്റി പാഷൻ ഫ്രൂട്ട്, നമ്മുടെ ഇവിടെ ഉള്ള സാധനമല്ല. ഷേപ്പ് വ്യത്യാസമുണ്ട് കേട്ടോ. അതെ അല്ലേ, ഇത് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യണം. ഓക്കെ, നല്ല രസമുള്ള ഫ്രൂട്ട് കേട്ടോ, കാണാൻ കൂടി ഭംഗിയുണ്ട്. ഓ ഇതൊക്കെ ശരിക്കും കാടിൻ്റെ ഫീലിനായാലോ. ആ അവിടെ എന്തെങ്കിലും ഇറങ്ങേണ്ടി വരും. ഓക്കെ, ഇല്ലോ ഒന്ന് പുഷ് ചെയ്താൽ മതി, ഞാൻ തള്ളി കൊടുത്തോളെ കൊടുത്തില്ല. എടേ മതി. ഇതില് കയറ്റിയാൽ എന്തായാലും കടം തിരിയും. എന്തായാലും എന്താ അറിയോ, എന്താ പറയുക, ഇടിക്കൂടാ, അടി ഇടിക്കും. അത് വലിയ കാര്യം. കാട്ടുപോത്തൊരു സീൻ തന്നെയാണ്. വരാം. ഈ പാറയില്ലേ, ഇതേ തിരിട്ട് ഇങ്ങോട്ട് സൈഡായി വീഴുള്ളൂ. ഈ ടയർ പിടിക്കില്ല. അതിലും ഭേദം കുറച്ച് ബാക്ക് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ അവൻ പുഷ് വിടാം. എന്താ കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ നല്ല വെച്ച് ഓഫ് റോഡ് ഹേ. ഇത് ജീപ്പ് പോകുന്നതല്ലേ, 4x4 ജീപ്പ്. വേറെ ഒന്നും പോകാറില്ലല്ലോ ഇവിടെ. താങ്ക് യു. ഞാനിവിടെ സീൻ ടയർ തിരിഞ്ഞുകൊണ്ടിരിക്കും. കൊണ്ട് ഞങ്ങൾ ഓടിച്ചോ. ഓടെ പാറയാവണോ ടയർ പിടിക്കാത്തത്. അതാണ് ഇതിലെ ബൈക്ക് കൊണ്ട് പോകുന്ന ആൾക്കാർ ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യത്തെ ഞങ്ങളാണ്. നമ്മളും ഇതുവരെ ബൈക്ക് കൊണ്ട് കയറിയില്ല ഇവിടെ. കയറിയില്ല അല്ലേ? കയറിപ്പോ, അതിങ്ങനെ നിന്ന് തിരിയുമല്ലോ അവിടെ നിന്നിട്ട്. അയ്യോ അങ്ങനെ കയറിക്കോ, വാ വന്നോ ചോ. ഇത് കുഴപ്പമില്ല, മൊമെൻ്റം കീപ്പ് ചെയ്ത് പോയാൽ മതി. ഇത് നല്ല കയറ്റമാണ്, പക്ഷെ കുറച്ച് വേഗം തോന്നുന്നുണ്ട്. അങ്ങനെ കിട്ടോ, ഉണ്ടോ നല്ല കയറ്റമാണിത്. തിരിയാനും തെന്നാനൊക്കെ നല്ല ചാൻസാണ്. ഓക്കെ, കയറി നല്ല കയറ്റമുണ്ടോ അത്. അത്യാവശ്യം കട്ട ഓഫ് റോഡ് തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇത് ബിഗിനേഴ്സിനുള്ള ട്രയലല്ല ഒരിക്കലും. ടി വി കാണാൻ വരുന്നവർ ഓഫ് റോഡ് ചെയ്ത് പരിചയമില്ലെങ്കിൽ പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നിർത്താനൊന്നും പറ്റില്ല. നിർത്തി പൊളിച്ചിട്ട് അമ്മോ കട്ടോട് മക്കളെ മൊമ്മറ്റം വിട്ട് കളിയില്ലേ. ആ എൻ്റെ ഒല്ലി കിൻ്റെ ഓഫോട് മക്കളെ, കിൻ്റെ ഓഫോട് എന്തൊരു കയറ്റുന്നത്. രണ്ടൊരു സൈഡാ കൊണ്ടോടെ കാണിച്ചാലേ. പിന്നെ ഓരോ ടെറയിനും ഓരോ വ്യത്യാസമാണല്ലോ, ഇത് അതിൻ്റെ വ്യത്യാസം.
നിങ്ങൾക്ക് ഞങ്ങൾ കയറി വന്നതിൻ്റെ ആ ഒരു ഭീകരത മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കേട്ടോ നമ്മുടെ മലയാളി നടന്നതിനുണ്ടോ നല്ല കയറ്റമാണ്. അത് മുറ്റു കയറ്റമാണ് കേട്ടോ. നല്ല കയറ്റവും നല്ല അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതെവിടെയും നിർത്തിയാൽ പിന്നെ എടുക്കാൻ പോടാ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞു തന്നായി, ഞാൻ അങ്ങനെ വിട്ടുപോയി. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും സ്ഥലം ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടെ ഞങ്ങൾ ശല്യം ഉണ്ടാവും കേട്ടോ. പീസ്ഫുള്ളായിട്ടിരിക്കുന്ന സമയങ്ങളാണ് വീട്ടിൽ പഠിക്കേണ്ടത്. നമ്മളിനി വ്യൂ പോയിന്റിലോട്ടല്ലേ? ഓക്കെ, ഇവിടെ എടുത്താലേ പറഞ്ഞിട്ട് മൊത്തം ഇവിടെ വരുന്ന ടൂറിസ്റ്റ് കൊടുത്തിരുന്നതാ. അതെ അല്ലേ? ഓ, അത് വലിയൊരു കഷ്ടം തന്നെ. നമ്മൾ മലയാളികൾ എത്ര ആയാലും പഠിക്കൂല. അതുകൊണ്ട് ഇവിടെ ഇത്രയും നല്ലൊരു വ്യൂ പോയിന്റ് ആയിട്ട് ഇവിടുന്ന് എത്ര നേരം പ്ലാസ്റ്റിക് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആ ഒരു വ്യൂ പോയിന്റ് അവിടെ എത്തിയപ്പോൾ കണ്ടോ, ഫുഡ് കഴിച്ചതിൻ്റെയും കുപ്പികളും വെള്ളം കുടിച്ചൊക്കെ കൊണ്ടിരുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്ന സാധനം നമ്മളെങ്കിലും തിരിച്ചു കൊണ്ടുപോയി. പോകുന്ന വഴി ആണെങ്കിലും വേസ്റ്റ് ബോക്സ് ഇഷ്ടം പോലെ ഉണ്ട് മൂന്നാർ സൈഡൊക്കെ. അവിടെ എവിടെയും കൊണ്ടിട്ടാൽ ഇത്രയും വൃത്തിയോടുണ്ടാവില്ല. മൂന്നാർ സൈഡില്ല, വട്ടവടത്ത് തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് എല്ലാ വേസ്റ്റും കളക്ട് ചെയ്യും. അപ്പോൾ അത് ഇടാനുള്ള പോയിന്റുകൾ റോഡ് സൈഡിലെല്ലാം ഉണ്ടോ? ഇടാനുള്ള പോയിന്റ് പറഞ്ഞാൽ ഒരു വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ടാക്കിയില്ല, റോഡ് സൈഡിലിടും. പക്ഷെ രാവിലെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട്. അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യുന്നു. കാരണം നമ്മൾ വ്യൂ എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വ്യൂ പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഇത്രയും വൃത്തിയോടാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ആ വ്യൂ പോയിന്റ് ഒന്നും. അപ്പോൾ മാക്സിമം ക്ലീൻ ആക്കാൻ ശ്രദ്ധിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. ഇനി വ്യൂയിലൂടെ അടക്കാം. എങ്ങനെയുണ്ട് വ്യൂ? നല്ല കിടിലം വ്യൂ അല്ലേ? ആ കാണുന്നുണ്ട് സെൻറ്ററിൽ, അതാണ് നമ്മുടെ കോലൂർ വില്ലേജ് മൊത്തം കാണാം. നമുക്ക് കുറച്ചും കൂടെ അടുത്തേക്ക് പോവാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയേണ്ട കേസ്, നിങ്ങൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഈ ഒരു ഓഫ് റോഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ട്രക്ക് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർ ജീപ്പിൽ 4x4 വരും. ഓഫ് റോഡ് വണ്ടിയെ പോവുള്ളൂ. നല്ല ഹാർഡ് കോർ ഓഫ് റോഡാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും വരാൻ ശ്രമിക്കണം. വർത്താണ്, മിസ് ചെയ്യരുത് ഈ ഒരു വ്യൂ, ഈ ഒരു സ്ഥലവും. ഈ സ്ഥലത്തിലേക്ക് വരുന്ന ആ ഒരു റൂട്ട് തന്നെ അതിമനോഹരമാണ്. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻ്റ് അടുത്തെത്തി. എന്നാൽ കോലൂർ വില്ലേജ് മൊത്തം കാണാൻ അടിപൊളിയായി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സൺറൈസ് പോയിന്റിൽ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇനി ഒന്ന് കയറി പോയായിരുന്നു ഒരു ഓഫ് റോഡ് ചെറുതായിട്ട്. പക്ഷേ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ഈ ഒരു വഴി, അത്രയും ഹാർഡാണ് ഈ ഓഫ് റോഡ്. ഞങ്ങളുടെ വണ്ടി കണ്ടാൽ മനസ്സിലാവും ഏത് ലെവലിൽ ഓഫ് റോഡാണ് ഇപ്പോൾ ചെയ്തിട്ട് വന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓഫ് റോഡ് വീഡിയോ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് കാണുന്നത്, കാരണം അത് മാത്രം ഒരു എപ്പിസോഡ് ആക്കാനുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാൽ അതിൻ്റെ ഒരു ഫണ്ട് ഉണ്ടാവില്ല. അത് എക്സ്ട്രീം ലെവൽ ഓഫ് റോഡാണ്. ഈ അടുത്തൊന്നും ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല, ഇത്രയും മാഡ്നസ് ചെയ്തിട്ടില്ല ആശാനെ, ഇല്ല. അപ്പോൾ അതെന്തായാലും നിങ്ങൾ നമ്മളവിടെ ഫസ്റ്റ് കയറുന്നില്ലേ? തിരിച്ചു പോകുള്ളൂ. നമ്മൾ അതും തകർത്ത് പോയി. അതെ. അപ്പോൾ ആ ഒരു എപ്പിസോഡ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ബ്ലോഗിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മുടെ ക്യാമ്പ് സൈറ്റിലോട്ട് പോകാം. വിശന്ന് വയ്യ. അങ്ങനെ ഗൈസ്, നമ്മളിതാ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് ഓടിച്ചെത്തി. അതെ, ഇനിയിപ്പോൾ നേരെ നമ്മൾ ഫുഡ് അടി കിടക്കുകയാണ്. നമുക്ക് എന്താ കഴിക്കാനുള്ളത്? പുട്ടും കടലക്കറിയും. സെറ്റ് കണ്ടിട്ട് കൊതിയായിട്ട് വരാം, കാരണം നല്ല വിശപ്പുണ്ട്. എന്ത് കിട്ടിയാലും തിന്നും. ആശാൻ പാവല്ലേ, നോമ്പായതുകൊണ്ട് വ്യൂ ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇവിടെ നമുക്ക് ഫുഡ് അടിക്കാണ്ട പക്ക ആംബിയൻസ് ഉണ്ടോ ഇവിടെ ഫുഡ് കഴിക്കാൻ. അടിപൊളി. നേരെ ഫുഡ് അടി കിടക്കട്ടെ, ഇല്ലെങ്കിലേ ബിജു ഹോം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഫുഡിൽ കടലക്കറി ഒഴിച്ചിട്ട് ഞങ്ങൾ പിടിക്കാം. എന്തായാലും രാവിലെ എണീറ്റു, സൺറൈസ് പോയിന്റും കണ്ടു, ചെറിയ രീതിയിൽ ഒരു ഓഫ് റോഡും ചെയ്തു, അതിനുശേഷം ഫുഡ് കഴിക്കുമ്പോഴല്ലോ അതും ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് അതല്ല അവിടുത്തെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിലത്തെ
അപ്പോൾ ഗൈസ് ഞങ്ങൾ ടെൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വന്ന് ആ ഒരു ദിവസമല്ലേ പോയതറിഞ്ഞില്ല. പിന്നെ ഇവിടുത്തെ സ്ഥലം പോലെ തന്നെ പ്രത്യേകത വേറെ എടുത്തു പറയാനുള്ളത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ, ആശാനായും ശരി ആശാൻ്റെ ആൾക്കാരായാലും ശരി, ഇതിപ്പോൾ നമ്മുടെ നിഖിലായാലും ശരി, എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ പുറത്തുനിന്ന് വന്നാന്നൊരു ഫീൽ കിട്ടിയില്ല. അത് പ്രത്യേകം എടുത്തു പറയണം. കാരണം രാത്രി ഇവിടെ ഉണ്ടായിരുന്ന വോളണ്ടിയേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യത്തിൽ പോരാം. ഇവിടെയുള്ള എല്ലാവരും ഒരേ മൈൻഡാണ്. അതുകൊണ്ട് പുറത്തുനിന്ന് വന്നൊരു ഫീൽ കിട്ടില്ല. നമ്മളൊരു ഫ്രണ്ട് സർക്കിളുള്ള ആൾക്കാരെ പോലെ തന്നെ തോന്നി. ഞങ്ങളിന്ന് ടെൻറ്റ് കിടന്നപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തത്. അപ്പോൾ എന്തായാലും അടിപൊളിയായി. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ ഇനിയും വരും. നിഖിൽ ഭായ്, നമുക്ക് അടുത്ത ട്രയൽസൊക്കെ പൊളിക്കണം. ആ അപ്പം എല്ലാം ഇറങ്ങാം. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിന് വിട പറയുകയാണ്. ആക്ച്വലി വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സ്ഥലം. അത് ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടി ഭയങ്കര ഫ്രണ്ട്ലി ആയി, നമ്മുടെ കൂട്ടുകാരെ പോലെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്നോളൂ മക്കളെ. അങ്ങനെ ഗൈസ്, അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമായി. ഇനി നേരെ വീട്ടിലോട്ട് വിടുകയാണ്. ഞാൻ പാലക്കാടോട്ട് വിടുകയാണ്, അവൻ കോട്ടയത്തേക്കും വിടുകയാണ്. അപ്പോൾ ഈ വ്ളോഗ് കൂടെ എൻ്റെ ചെയ്യിപ്പിക്കുകയാണ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. എല്ലാം കൊണ്ടും അടിപൊളി സ്ഥലമാണ്. വളരെ പീസ്ഫുള്ളായിട്ടിരുന്ന് ഒരു ദിവസം സമാധാനപരമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ ടൗണിൽ നിന്നും യൂഷ്വൽ തിരക്കിൽ നിന്നൊക്കെ മാറി വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇഷ്ടംപോലെ ഫാമിലീസ് വരാറുണ്ട്. നമ്മൾ ഈ കാണുന്ന ഓഫ് റോഡൊന്നും കണ്ടു പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ കയ്യിൽ 4x4 ജീപ്പ് അവൈലബിൾ ആണ്. നമുക്ക് ഈ വഴിയിലൂടെ കണ്ടോ സുഖമായിട്ട് 4x4 വരും. നമ്മളെ സേഫായിട്ട് ഇവിടെ എത്തിക്കും. ഇവിടെ കാണാനുള്ള വ്യൂ പോയിൻറ്റും കാണാനുണ്ട്. നമുക്ക് ടെൻറ്റ് സ്റ്റേ അവൈലബിൾ ആണ്. രാവിലെ നല്ലൊരു വ്യൂ ആണ്. ക്ലൈമറ്റ് ആണെങ്കിൽ അടിപൊളി. പിന്നെ ഈ കാടിൻ്റെ നടുക്ക് ഈ നേച്ചറും കണ്ട് ആസ്വദിച്ചിങ്ങനെ സമാധാനമായിട്ടിരിക്കാം. വേറെ ഒച്ചയോ സൗണ്ടോ ഒന്നുമില്ല. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പക്ക പീസ്ഫുൾ അല്ലേ, പക്ക പീസ്ഫുള്ളായിട്ടൊരു ഏരിയ. പിന്നെ നല്ല തണുപ്പുണ്ട്. നമുക്കിവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരുടെ റൗണ്ടിൽ ചില്ലായിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഈ സ്റ്റേയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ കോൺടാക്ട് ചെയ്ത് ഇങ്ങോട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മളിവിടെ നേരെ ഇറങ്ങുന്നു, നേരെ പാലക്കാടോട്ട്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.